മോനെ വിളിക്കുന്നവരെ കാണുന്ന ഫോൺ ഉണ്ടോ ഇവിടെ? എൻ്റെ മോനെ ദുബായിൽ നിന്ന് വിളിക്കുമ്പോൾ എനിക്ക് മോനെ കാണാമല്ലോ. അതിനെന്ത് വില വരും നോക്കി? 10-12,000 ഉറുപ്പ്യ വരും. 12,000? നിങ്ങളേൽ ഇപ്പൊ എത്ര ഉറുപ്പ്യ ഉണ്ട്? എൻ്റെ 1,000 ഉറുപ്പ്യ ഉണ്ട് മോനെ. 1000 ഉറുപ്പ്യം കൊണ്ട് ഞങ്ങൾ വിളിക്കുന്നവരെ കാണാനുള്ള ഫോൺ വാങ്ങാൻ വേണ്ടി വന്ന് നിങ്ങൾ ചെല്ലി. ഇവിടെ വേറെ എവിടെയും കിട്ടും മോനെ. അവിടെ എവിടെയും നോക്കി. ആ അവിടെ എവിടെയും കിട്ടും, നോക്കാം. അളിയ ആ ഇന്ന് റിലീസ് ഉണ്ടോ? അമർ അക്ബർ ആന്റണി. അതല്ലടാ മൊബൈല് അത് ഇതുവരെ റിപ്പോർട്ടൊന്നും കിട്ടിയില്ല. എന്റെ കൈയുള്ള കൊണ്ടാ. നിന്റെ കയ്യിലുള്ള കൈ കണ്ടതാ. മുതലാളി ചാടിക്കാൻ പോയതാ, ഞാൻ പോയത്. ഉം. പിന്നെ വാട്സപ്പ് ഫുൾ ടൈം ഓണായിരിക്കട്ടോ. എന്നാ ശരി. അമ്മേ, അമ്മേ, ഞാനിവിടെ എത്തി. അമ്മ എവിടെയാ? മോളെ ഞാൻ ബാങ്കിലാ. നമ്മുടെ ആ ലോണിന്റെ കാര്യം ശരിയാക്കാൻ വന്നതാ. എനിക്ക് വിശന്നിട്ട് വയ്യ. ഇന്നലെ ഹോസ്റ്റലിൽ ഉണക്ക ചോറ കഴിച്ചേ. മോളെ കഴിക്കാനുള്ളതൊക്കെ അവിടെ ഉണ്ട്. ചാവി ആ തൂണിന്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. അമ്മ എപ്പോഴാ വരിക? മാനേജർ കണ്ടിട്ട് പെട്ടെന്ന് വരാം. സാറേ ഏതാ, ഏത് മോഡലാണ് നോക്കുന്നത്? അല്ല, ഞാൻ നോക്കുന്ന മോഡൽ ഇതിലില്ല. iPhone 6 ആണ് സാർ. ഏയ് നോ 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 നോ. സാർ അതിലുള്ള നോക്കണ്ട. സാറിന് ഏത് മോഡലാ വേണ്ട വെച്ചാൽ 2 മിനിറ്റിനുള്ളിൽ ഞാനും എത്തിച്ചേരാം. ആണോ? ഇത്ര ഉണ്ടോ? 3 ആ നോക്കിയയുടെ പഴയൊരു ഫോണില്ലേ, നല്ല സൗണ്ടൊക്കെ ഉള്ള. അയ്യോ സാറേ, 2 ഉണ്ടായിരുന്നു. ഇപ്പൊ കച്ചവടമായിട്ടുള്ളൂ. ആണോ? ഇനി എവിടെ പോയാൽ കിട്ടും? പാളയത്തൊന്ന് അന്വേഷിച്ചു നോക്കി. ഓക്കെ. അല്ല, ഈ പാളയത്തേക്ക് എങ്ങനെയാ പോവുക? ഇവിടുന്ന് ഓട്ടോ കിട്ടും. ഓക്കെ, താങ്ക്സ്. ആയിക്കോട്ടെ. ഇതിനൊക്കെ എന്തുകൊണ്ട് ഉണ്ടാക്കിയതാണോ? ഓന് ഏത് ഫോണാണ്ടാ ചോദിച്ചേ? iPhone 7. ഓന് പ്രാന്താണ്ടാ. വരുന്നു. ഓക്കെ. കണ്ണു ചുവക്കാണ്, പല്ല് കടിക്കണം, മുഷ്ടി ചുരട്ടൻ, ആകെ വിയർക്കണം. നാടി ഞരമ്പ് വലിഞ്ഞു മുറുകണ്, പേശികളാകെ ഉരുണ്ടുകയറാണ്. ചങ്കിനകത്ത് താളമൊട്ടിക്കണ്ട്, തകിട മേളമൊട്ടിക്കണ്ട്. ആ ലക്ഷ്മി, പറ, നീ നാട്ടിലെത്തിയോ? ഒരു മിനിറ്റ്. ചങ്കിനകത്ത് താളമൊട്ടിക്കണ്ട്, തകിട മേളമൊട്ടിക്കണ്ട്. എന്താന്ന് വെച്ചാ നീ പറ, ടെൻഷൻ എടുപ്പിക്കാണ്ട് പറ. ഫോനോടെ പോയതാ. എന്താടാ ഇതെങ്ങനെയുണ്ട്? കൊള്ളാലോ മുതല്. ആരാടാ? ഇന്നിറങ്ങിയ പടത്തിലെ നായികയാ. അണക്ക് കിട്ടിയോ? ഈ പിടി, ഞാൻ മറ്റേ ഗ്രൂപ്പിലൊന്ന് നോക്കട്ടെ. കിട്ടി മോനെ. സെൻഡ് ഈ അവിടേക്ക് മറ്റേ ഗ്രൂപ്പിലേക്ക് ഒന്ന് വിട്ടെ. വേഗം കൊണ്ടുവരാ. വെറുപ്പിക്കല്ലേ.
എൻ്റെ പേര് അശ്വതി. ഇതൊരു പക്ഷേ എൻ്റെ അവസാനത്തെ പോസ്റ്റ് ആയിരിക്കും. കുറച്ച് മണിക്കൂറുകളായി എൻ്റെ നഗ്നമായ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയകളിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നു. ജീവിതത്തെക്കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങളും സങ്കല്പങ്ങളും നിങ്ങളെപ്പോലെ തന്നെ എനിക്കുമുണ്ടായിരുന്നു. അപ്പു സ്വന്തമല്ലെങ്കിലും അവൻ എനിക്ക് അനിയനായിരുന്നു. എൻ്റെ അമ്മയ്ക്ക് അവൻ ഇളയ മകനായിരുന്നു. അടുത്ത വീട്ടിലാണെങ്കിലും അപ്പു ഞങ്ങളുടെ വീട്ടിലെ ഒരംഗം തന്നെയായിരുന്നു. ചേച്ചി ഒരു സെൽഫി. ഇനി ചേച്ചി ഒറ്റയ്ക്ക്. ഫോട്ടോ ഒന്ന് കാണിക്ക്. അങ്ങനെ ഇപ്പൊ കാണണ്ട. ഡാടാ ഞാൻ പോവാ. അന്നു മുതൽ അപ്പുവിനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് അകറ്റാൻ തുടങ്ങി. ആ വീഡിയോയെക്കുറിച്ച് അവനോട് ചോദിക്കാനോ മറ്റാരോടെങ്കിലും അതിനെക്കുറിച്ച് പറയാനോ എനിക്ക് ധൈര്യമുണ്ടായിരുന്നില്ല. ഇത്രയും കാലം എന്ത് സംഭവിക്കുമെന്നാണോ ഞാൻ പേടിച്ചത്, അത് തന്നെ സംഭവിച്ചു. അനിയനെ പോലെ സ്നേഹിച്ചവൻ എന്നെ ചതിച്ചു. ഒരു വാക്ക് പോലും പറയാൻ സമ്മതിക്കാതെ ഞാൻ ഒരുപാട് സ്നേഹിച്ചവനും എന്നെ തനിച്ചാക്കി. ചെയ്യാത്ത തെറ്റിന് എല്ലാവരും എന്നെ ക്രൂശിക്കുന്നു. ഞാൻ മനസ്സിലാക്കുന്നു, ഈ നശിച്ച ലോകത്തു നിന്നും എന്നെ രക്ഷിക്കാൻ മരണത്തിന് മാത്രമേ കഴിയൂ. ഞാൻ വിട പറഞ്ഞു പോകുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഞാൻ വഴി പിഴച്ചു പോയിട്ടില്ല എന്ന്. ഈ ലോകത്തിനു മുന്നിൽ ഒരു പരിഹാസ കഥാപാത്രമാകാൻ എനിക്ക് വയ്യ. ഷിനു, ആ വാ വന്ന് ചോറ് കഴിക്ക്. ആ ഞാൻ കഴിച്ചോളാ. നേരം കുറയായി, വന്ന് കഴിക്കാൻ നോക്ക്. ഞാൻ കഴിച്ചോളാ. പ്രിയപ്പെട്ട ചേച്ചി, അനിയനെപ്പോലെ സ്നേഹിച്ചവൻ നിങ്ങളോട് ചെയ്ത തെറ്റിൽ ഈ അനിയനും പങ്കാളിയായി. അതിനുശേഷമാണ് ഞാൻ നിങ്ങളുടെ പോസ്റ്റ് കാണുന്നത്. ഇപ്പോൾ ഞാനടക്കമുള്ള ഈ സമൂഹത്തോട് എനിക്ക് വെറുപ്പ് തോന്നുന്നു. ഞാൻ ഈ എഴുതുന്നത് നിങ്ങൾ കാണുമോ എന്നും ഇത് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ജീവിച്ചിരിപ്പുണ്ടോ എന്നും എനിക്കറിയില്ല. മോളെ, മോളെ. അമ്മയെ ഞാൻ കിടക്കുക. നിങ്ങളെപ്പോലൊരു ചേച്ചി എനിക്കുമുണ്ട്. മരണമാണ് രക്ഷപ്പെടാൻ ഏക വഴിയെന്ന് നിങ്ങൾ പറഞ്ഞു. നിങ്ങളെ ചതിച്ചവർക്കും രക്ഷപ്പെടാനുള്ള ഏക വഴി അതുതന്നെയാണ്. നിങ്ങൾ ജീവിക്കണം. നിങ്ങളെ ചതിച്ചവർക്ക് മുന്നിൽ തോറ്റുകൊടുക്കാതെ ജീവിക്കണം. ഈ സമൂഹം നിങ്ങളോട് ചെയ്ത തെറ്റിന് ഞാൻ മാപ്പ് ചോദിക്കുന്നു. വി ആർ സോറി.